اللهم إني رشدي وأعذني برشد نفسي أعوذ بالله من الشيطان الرجيم وإن خفتم شقاق بينهما فبعثوا حكما من أهله وحكما من أهلها إن يريدا إصلاحا يوفق الله بينهما إن الله كان عليا كبيرا. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് വളരെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. എന്നാൽ അത്തരം പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് ആ ദമ്പതിമാരുടെ, പ്രത്യേകിച്ച് ആ ഒരു പുരുഷന്റെ പക്വതയും കഴിവും വ്യക്തമാവുക. പരിശുദ്ധ ഖുർആൻ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങളെ നേരിടേണ്ടത്, പരിഹരിക്കേണ്ടത് എന്നുള്ളത്. അതിൽ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു പ്രശ്നം മൂന്നാമതൊരാളെ അറിയിക്കാതിരിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ ഇതിന്റെ 4 ഘട്ടങ്ങളാണ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതിൽ 3 ഘട്ടങ്ങളിലും റൂമിന് പുറത്തേക്ക്, അതായത് സ്വകാര്യ നിമിഷങ്ങൾക്കപ്പുറത്തേക്ക് ഈ ഒരു പ്രശ്നം പോകാൻ പാടില്ല എന്ന രീതിയിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതായത് ഒരു കാരണവശാലും മൂന്നാമതൊരാൾ ഈ ഒരു പ്രശ്നം അറിയുന്ന സാഹചര്യം ഉണ്ടാകരുത്. അത് സ്വന്തം മാതാപിതാക്കളോ സ്വന്തം മക്കളോ സഹോദരങ്ങളോ ഒക്കെ ആണെങ്കിൽ പോലും അവരെ അറിയിക്കാതെ ആ പ്രശ്നം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കഴിവും ഏറ്റവും വലിയ പക്വതയും. ഇതിന് മറ്റൊരു ഭാഗമുണ്ട്. ഏതെങ്കിലും ഒരു ദമ്പതികൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായി അനുഭവപ്പെട്ടാൽ ഒരിക്കലും അതിൽ ഇടപെടാനോ അതിൽ തീരുമാനം പറയാനോ നാം പോകരുത്. നമ്മോട് അതിൽ ഇടപെടാൻ അവരിൽ ആരെങ്കിലും, ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ ആവശ്യപ്പെടുകയും നമുക്കത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് 100% ഉറപ്പും ഉണ്ടെങ്കിൽ മാത്രം അതിൽ ഇടപെടാൻ ശ്രമിക്കുക. അല്ലാത്തിടത്തോളം ആ ഒരു പ്രശ്നത്തിൽ നാം ഒരിക്കലും ഇടപെടരുത്. അത് വലിയ നാശത്തിനും നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുന്നതിന് കാരണമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മൂന്നാമതൊരാളെ അറിയിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇനി 4ാമത്തെ ഘട്ടമായിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഈ 3 ഘട്ടം കഴിഞ്ഞിട്ടും അതിന് പരിഹാരം കാണുന്നില്ല, ഈ ബന്ധം തകരും എന്ന് നിങ്ങൾക്ക് ഭയം തോന്നുന്നെങ്കിൽ, ആ ബന്ധം തകരുമെന്ന് നിങ്ങൾക്ക് ഭയം തോന്നുന്നെങ്കിൽ മാത്രം അവിടെ പരിശുദ്ധ ഖുർആൻ പുറത്തു നിന്നുള്ള ആളെ ഇടപെടുത്താനുള്ള അനുവാദം നൽകി. അത് ഏത് രീതിയിലാണ്? പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു, രണ്ടുപേരുടെയും കുടുംബത്തിൽ നിന്നും ഹക്കമായിട്ടുള്ള ആളുകൾ, അതായത് ദീനിയായ ബോധമുള്ള, പ്രശ്നത്തെ കൃത്യമായി കൈകാര്യം ചെയ്യാനുള്ള അറിവും പക്വതയുമുള്ള 2 പേരെ നിശ്ചയിക്കുക. 2 കുടുംബത്തിൽ നിന്നും ഓരോരുത്തരെ നിശ്ചയിക്കുക. ഇവർ 2 പേരും ആലോചിച്ചിട്ടാണ് ഈ വിഷയത്തിൽ ഇനി തീരുമാനമെടുക്കേണ്ടത്. ഒരിക്കലും ഒരു പ്രശ്നത്തെ 2 കുടുംബക്കാരും മുഴുവനും ഇരുന്ന് ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ അവരുമായി ബന്ധമുള്ള എല്ലാവരും ആ വിഷയത്തിൽ അഭിപ്രായം പറയുക, ഇതൊന്നും ദീനുൽ ഇസ്ലാമിന് യോജിച്ചതോ പരിശുദ്ധ ഖുർആൻ അടിസ്ഥാനത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതോ ആയ കാര്യമേ അല്ല. മറിച്ച് കൃത്യമായ പക്വതയും ദീനിബോധവും ഉള്ള 2 പേരെ നിശ്ചയിക്കുക. ശേഷം അവർ തമ്മിൽ ചർച്ച ചെയ്താണ് അക്കാര്യം തീരുമാനിക്കേണ്ടത്. അവിടെയും അല്ലാഹു തആല പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒഴിവാക്കി ഇവരെ ഒരുമിപ്പിക്കണം, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവരാഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒത്തൊരുമയ്ക്കുള്ള മാർഗം, അവരെ തമ്മിൽ
നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗം അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കും. അള്ളാഹു തആല പറഞ്ഞു. അത്രയധികം അവസാന ഘട്ടം വരെ എത്തുമ്പോൾ പോലും പരിശ്രമിക്കേണ്ടത് ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനാണ്. വിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും ഈ വിഷയത്തിലുള്ള ആകെ ചുരുക്കം ഇതാണ്: ഒരു ബന്ധം അള്ളാഹു നിക്കാഹിലൂടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നതാണ് അവസാനം വരെ പരിശ്രമിക്കേണ്ടത്. ഇത്തരത്തിലുള്ള നല്ല രീതിയിൽ പക്വതയും ബോധവുമുള്ള രണ്ടുപേർ കൂടി ആലോചിച്ച് ഒരു കാരണവശാലും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് വ്യക്തമായി ഉറപ്പായാൽ മാത്രം ആണ് പരിശുദ്ധ ഖുർആൻ അവിടെ തലാഖിനുള്ള അനുവാദം നൽകുന്നത്. അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലേതാണെങ്കിലും നമ്മുടെ അറിവിലുള്ള മറ്റുള്ളവരുടെ ജീവിതത്തിലേതാണെങ്കിലും അതിന് ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള അടിസ്ഥാനപരമായ മാർഗമാണ് നാം അതിൽ മൂന്നാമതൊരാളെ ഇടപെടിക്കാതിരിക്കുക എന്നുള്ളതും, ഇനി അങ്ങേയറ്റം അതിൽ ഒരാളെ ഇടയിൽ നിർത്തേണ്ട ആവശ്യമുണ്ടായാൽ ഏറ്റവും നല്ല കഴിവും പക്വതയുമുള്ള ദീനി ബോധമുള്ള ആളെ മാത്രം ആ വിഷയത്തിൽ ഇടപെടിക്കുക, എല്ലാവരും കൂടി ആ വിഷയം ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളത്. വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവിടെ നാം പക്വതയോടുകൂടി ഈ നിലപാട് എടുക്കുകയും ചെയ്യേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശരിയായ രീതിയിൽ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമ്മെ